ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി അയ്യപ്പ ധർമ്മസേന നേതാവ് രാഹുൽ ഈശ്വർ രംഗത്തെത്തി. ഭരണപരമായ കാര്യങ്ങളിലുണ്ടായ വീഴ്ചകളുടെ പേരിൽ തന്ത്രിയെ ക്രൂശിക്കുന്നത് മറ്റാരെയോ സംരക്ഷിക്കാനാണോ എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് രാഹുൽ ഈശ്വർ ഈ നിലപാട് വ്യക്തമാക്കിയത്. ജീവിതത്തിൽ ഇതുവരെ ഒരു വിവാദത്തിലും ഉൾപ്പെടാത്ത വ്യക്തിയാണ് കണ്ഠരര് രാജീവരെന്നും കോടതി വിധിന്യായങ്ങളിൽ പോലും അദ്ദേഹത്തിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. ക്ഷേത്രത്തിലെ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഉത്തരവാദിത്തമുള്ളത്. ഭരണപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പങ്കില്ലെന്ന് രാഹുൽ ഈശ്വർ വാദിക്കുന്നു. തന്ത്രിയെ ബലിയാടാക്കി മറ്റാരെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണോ ഇതെന്ന് അദ്ദേഹം ചോദിച്ചു. നമ്പി നാരായണനെ പോലെയുള്ളവർ മുമ്പ് കള്ളക്കേസിൽ കുടുങ്ങിയത് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ വിവിധ ഹിന്ദു സംഘടനകളുമായും ബ്രാഹ്മണ സംഘടനകളുമായും ചർച്ച നടത്തുമെന്നും നീതിക്കായി പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ ആറ്റിങ്ങലിലെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തിയാണ് തന്ത്രിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. തുടർന്ന് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തന്ത്രിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും തുടർന്ന് കൊല്ലത്തെത്തിക്കുമെന്നും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. തന്ത്രിയുടെ അറസ്റ്റിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശബരിമലയിൽ നിന്ന് എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതിൽ അയ്യപ്പന്മാർക്ക് ദുഃഖം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ മാധ്യമങ്ങൾ പ്രതികരണം തേടിയ ഘട്ടത്തിൽ അന്വേഷണം കഴിയട്ടെ എന്നായിരുന്നു മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചത്. SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും തന്ത്രിയെ അറസ്റ്റാക്കിയതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണത്തിൽ വ്യത്യസ്ത അഭിപ്രായം ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായാൽ അപ്പോൾ പറയാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു.